Hi everyone, Business Buzzinde How to Sell on Amazon എന്ന ഈ ഒരു കോഴ്സിലെ എട്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എങ്ങനെയാണ് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. എപ്പോഴത്തെയും പോലെ ഈ ഒരു കോഴ്സിലെ ബാക്കി വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾക്ക് മുകളിൽ ഐകാർഡിൽ കൊടുക്കുന്ന പ്ലേലിസ്റ്റ് വാച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഏത് കാറ്റഗറിയിലാണ് ഇത് പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. മെയിനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റിങ്ങിനെ നമുക്ക് 3 രീതിയിൽ വേർതിരിക്കാം. അതിൽ രണ്ട് മെത്തേഡ്സ് എന്ന് പറയുന്നത് ബാർകോഡ് ഉള്ള പ്രൊഡക്ട്സിന് വേണ്ടിയിട്ടും മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അൺബ്രാൻഡഡോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിലുള്ളതോ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കാം. ഇതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഏറ്റവും ഈസി ആയിട്ടും സിമ്പിൾ ആയിട്ടും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാവുന്ന മെത്തേഡാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൊഡക്ട്സിന് ബാർകോഡ് ഉണ്ട്. മാത്രമല്ല ഈ പ്രൊഡക്ട്സ് ഓൾറെഡി ആമസോണിൽ മറ്റ് സെല്ലേഴ്സ് വിൽക്കുന്നതുമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആമസോണിൻ്റെ കാറ്റലോഗിൽ തന്നെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ലിസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. പ്രത്യേകിച്ച് വേറെ വേരിയേഷൻസ് ഒന്നും ഇല്ലാത്ത പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്കിത് ലിസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബാർകോഡ്സ് ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ്, പക്ഷേ ആമസോണിൽ മറ്റ് സെല്ലേഴ്സ് ഒന്നും വിൽക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ ആമസോണിൻ്റെ കാറ്റലോഗിൽ അത് അവൈലബിൾ അല്ല. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മാനുവലി തന്നെ പ്രൊഡക്റ്റിൻ്റെ നെയിമും ഇമേജസും ബാക്കി ഡീറ്റെയിൽസും എല്ലാം ആഡ് ചെയ്തിട്ട് മാനുവലി തന്നെ ഒരു ലിസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കണം. ഇതും സാധാരണ രീതിയിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി മൂന്നാമത്തേത് എന്ന് പറയുന്നത് GTIN എക്സംഷൻ ഒക്കെ എടുത്തിട്ട് നമ്മൾ അൺബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സോ അല്ലെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള തന്നെ സ്വന്തം ബ്രാൻഡിലുള്ള പ്രൊഡക്ട്സ് ഒക്കെ ലിസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതും നമ്മൾ രണ്ടാമത്തെ കേസിൽ പറഞ്ഞ പോലെ മാനുവലി പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്ത് ലിസ്റ്റിംഗ് ചെയ്തെടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബാർകോഡ്സ് ഉള്ള പ്രൊഡക്റ്റ് എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ആമസോണിൻ്റെ കാറ്റലോഗിൽ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പ്രൊഡക്ട്സ് എങ്ങനെ ലിസ്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. ഇതിനായിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ ഇവിടെ കാറ്റലോഗിൽ പോയിട്ട് ആഡ് പ്രൊഡക്ട്സ് അടിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻവെൻട്രിയിൽ ആഡ് എ പ്രൊഡക്റ്റ് അടിക്കുക. ഇവിടെ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ നെയിമോ അല്ലെങ്കിൽ ബാർകോഡ് നമ്പറോ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആമസോണിൻ്റെ കാറ്റലോഗിൽ അതുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബാർകോഡ് നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം എൻ്റർ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ കാറ്റലോഗിൽ തിരയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ വിൽക്കാൻ പോകുന്ന പ്രൊഡക്റ്റ്, എൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ നേരെയുള്ള സെലക്ട് എ കണ്ടീഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ന്യൂ എന്നുള്ള ഓപ്ഷൻ അടിച്ച് സെൽ ദിസ് പ്രൊഡക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഓഫർ പേജ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി എനിക്ക് എൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് തന്നെ ചോദിക്കുന്നത് സ്ക്യൂ കോഡാണ്. സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റിൻ്റെ ഷോർട്ട് ഫോമാണ് സ്ക്യൂ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അറിയാത്തവർക്ക് എന്തായാലും അത് കണ്ടു നോക്കാം, കാരണം അത്രയും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അത്. പ്രത്യേകിച്ച് നിങ്ങൾ ഇ-കൊമേഴ്സിൽ ഇനിയും വിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാം. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആമസോൺ തന്നെ ഒരു സ്ക്യൂ കോഡ് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്ക്യൂ കോഡ് ഒന്നും തന്നെ നൽകുന്നില്ല, അത് അങ്ങനെ തന്നെ ലീവ് ചെയ്യുകയാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് പ്രൈസിൻ്റെ കോളത്തിലേക്ക് വരുമ്പോൾ കാണാം മാച്ച് ലോവസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൈസ് കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ബാക്കി സെല്ലേഴ്സ് വിൽക്കുന്നതിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വിൽക്കുന്ന പ്രൈസാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ എനിക്കത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ പ്രൈസ് ഫീൽഡിലേക്ക് ഈ ഒരു നമ്പർ വരുന്നതാണ്. അപ്പോൾ എനിക്ക് ആ പ്രൈസിൽ എൻ്റെ പ്രൊഡക്റ്റ് വിൽക്കുന്നതായിരിക്കുമല്ലോ കൂടുതൽ സെയിൽസ് കിട്ടാനായിട്ട് നല്ലത്. കാരണം ഓൾറെഡി ഒരു സെല്ലർ അത്രയും ലോവസ്റ്റ് പ്രൈസിലാണ് പ്രൊഡക്റ്റ് വിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു പ്രൈസിലോ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞിട്ടുള്ള പ്രൈസിലോ ഓഫർ ചെയ്യുന്നതായിരിക്കും എനിക്ക് സെയിൽസ് കൂടാനായിട്ട് ബെറ്റർ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് നിങ്ങൾ നിശ്ചയിച്ച വില എത്രയാണെന്നുള്ളത് യുവർ പ്രൈസ് എന്ന ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ചോദിക്കുന്നത് ക്വാണ്ടിറ്റിയാണ്, എത്രയാണ് നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ നൽകേണ്ടത്. അപ്പോൾ എത്ര യൂണിറ്റാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സ്റ്റോക്കിലുള്ളത് അത് നിങ്ങൾക്ക് അവിടെ കാണിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ചോദിക്കുന്നത് HSN കോഡാണ്. HSN കോഡ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, അറിയാത്തവർക്ക് അത് കണ്ടു നോക്കാം. ഐകാർഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം MRP കൊടുക്കുക ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ. ഇനി അടുത്തതായിട്ട് ഫുൾഫിൽമെൻറ്റ് ചാനലാണ് സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഷിപ്പ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കാം. ഇനി അതല്ല FBA വഴിയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ ഷിപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സേവ് ആൻഡ് ഫിനിഷ് എന്ന ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലിസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള അപ്ഡേറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആമസോൺ അത് റിവ്യൂ ചെയ്തതിന് ശേഷം നമ്മുടെ മാനേജ് ഇൻവെൻട്രിയിൽ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരിക്കും.
അപ്പോൾ ഞാനിത് റീഫ്രഷ് ചെയ്യുകയാണ് ഈ ഒരു പേജ്. അപ്പോൾ എനിക്ക് കാണാം എൻ്റെ പ്രൊഡക്റ്റ് ഇവിടെ ആക്റ്റീവ് സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആമസോണിൻ്റെ കാറ്റലോഗിലുള്ള പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആമസോണിൽ ഇതുവരെയും ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ബാർകോഡ്സ് ഉള്ള പ്രൊഡക്റ്റ് എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കാറ്റലോഗിൽ ആഡ് പ്രൊഡക്ട്സിൽ പോവാം. അതിനുശേഷം നിങ്ങളുടെ ബാർകോഡ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റിസൾട്ട്സ് ഒന്നും അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഇത് ലിസ്റ്റ് ചെയ്യണം. ഇതിനായിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ക്രിയേറ്റ് എ ന്യൂ ലിസ്റ്റിംഗ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ പ്രൊഡക്റ്റ് ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് എന്നുള്ളത് ഇവിടുന്ന് ബ്രൗസ് ചെയ്ത് കണ്ടെത്തുകയോ അല്ലാന്നുണ്ടെങ്കിൽ സെർച്ച് ഓപ്ഷനിൽ നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കാറ്റഗറി ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ കാറ്റഗറി ഫൈൻഡ് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ സെർച്ച് ബാറിൽ ഡിയോഡറൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള കാറ്റഗറീസ് അവർ കാണിച്ചു തരുന്നുണ്ട്. ഇതിലേതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്നുള്ളത് വായിച്ച് നോക്കിയാൽ എനിക്കത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ബാർകോഡ് നമ്പർ ഇവിടെ പ്രൊഡക്റ്റ് ID എന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഏത് ടൈപ്പുള്ള ബാർകോഡ് നമ്പർ ആണെന്നുള്ളത് സെലക്ട് ചെയ്യാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള SKUവിൻ്റെ വീഡിയോയിലകത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളത്. അതിനുശേഷം നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ നെയിം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് നെയിം നൽകുക, മാനുഫാക്ചറർ ആരാണെന്നുള്ളത് നൽകുക. അതിനുശേഷം മാനുഫാക്ചർ പാർട്ട് നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നൽകുക, ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ സെൻഡ് നെയിം ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് എൻ്റെ ഇപ്പോൾ ഞാൻ ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിനനുസരിച്ചിട്ട് ഈ ഫീൽഡ്സ് എല്ലാം വ്യത്യാസം വരും. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ അനുയോജ്യമായിട്ടുള്ള ഫീൽഡുകളായിരിക്കും നിങ്ങൾക്ക് ഡിസ്പ്ലേ ആവുന്നുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ഏതൊക്കെ ഫീൽഡാണോ അപ്പോൾ നെസസറി ആയിട്ട് വരുന്നത് അത് റെഡ് വാർണിംഗ് സൈനോട് കൂടിയിട്ട് വരും. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ നേരത്തെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത് വൈറ്റൽ ഇൻഫോ പേജ് ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ മുന്നോട്ട് നീങ്ങുന്നതോറും എനിക്ക് അവിടെ വൈറ്റൽ ഇൻഫോ പേജിൽ വീണ്ടും റെഡ് സൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ഏതോ ഒരു ഫീൽഡ് കൂടി എനിക്ക് ഫില്ല് ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കൺട്രി ഓഫ് ഒറിജിൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ പ്രൈസ്, HSN കോഡ്, ക്വാണ്ടിറ്റി, ഐറ്റം കണ്ടീഷൻ ചോദിക്കുന്നുണ്ട്. പിന്നെ ഐറ്റം വോളിയം എത്രയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉള്ളത് എന്നുള്ളത് 50 ml ആണെന്നുണ്ടെങ്കിൽ 50 അടിക്കുക. അതിനുശേഷം അപ്പുറത്തുനിന്ന് യൂണിറ്റ് ഉള്ളിടത്തുനിന്ന് നമുക്ക് മില്ലി ലിറ്റർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീൽഡ്സ് വരുന്നത്. ഇനി ഇവിടെ ഇമേജസിൻ്റെ സെക്ഷൻ ഉണ്ട്. ഇമേജസിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഓഫർ പേജിലേക്ക് നമ്മൾ തിരികെ വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ MRP ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വൈറ്റൽ ഇൻഫോ പേജിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പുതിയ ഫീൽഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കറക്റ്റ് ചെയ്ത് അപ്പോൾ അതിനകത്തും ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. PPU എന്ന് ചോദിച്ചാൽ പ്രൈസ് പെർ യൂണിറ്റ് എന്നാണ് അർത്ഥം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 50 പ്ലാസ്റ്റിക് ബാഗ്സ് വെക്കുന്ന ഒരു ലിസ്റ്റിംഗ് ആണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള പ്രൈസ് 250 രൂപയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 250 ഡിവൈഡഡ് ബൈ 50, അതായത് 5 rupees പെർ ബാഗ് എന്നുള്ള രീതിക്ക് ആണ് ആമസോൺ പിന്നെ അത് കസ്റ്റമേഴ്സിന് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റിംഗ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൈസിൻ്റെ ബ്രാക്കറ്റിലായിട്ട് ഈ ഒരു റേറ്റും കൂടി കാണിക്കും, 5 rupees പെർ ബാഗ് എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ PPU എന്ന് പറയുന്നത്. ഇതെന്തിനാന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള പർച്ചേസിങ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് മാനുവലി ഇത് കൗണ്ട് ചെയ്തിട്ട് ഒരു യൂണിറ്റിന് അപ്പോൾ എത്ര രൂപ വരും എന്നുള്ളത് അവർ കൗണ്ട് ചെയ്യുന്നതിന് പകരം ആമസോൺ തന്നെ കുറച്ചും കൂടി എളുപ്പമാക്കുകയാണ് കസ്റ്റമേഴ്സിനായിട്ട്. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്തത് സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ എനിക്കൊരു എറർ വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റിന് സാമ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആമസോൺ തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ആണോ ഇത് എന്നുള്ളത് എന്നോട് വെരിഫൈ ചെയ്തിട്ട് അത് ലിസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ ആ ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുള്ള SN ഉപയോഗിച്ചിട്ട് എനിക്ക് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഇതൊരു ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ആണെന്നുള്ള രീതിക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഈ ഒരു കേസിൽ എനിക്ക് ആമസോൺ ഇപ്പോൾ സജസ്റ്റ് ചെയ്തത് സെയിം പ്രൊഡക്റ്റ് തന്നെ ആയിരുന്നു. ഇനി ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ സേവ് ആൻഡ് ഫിനിഷ് അടിച്ച് നമുക്കിത് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ലിസ്റ്റ് ആവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ലിസ്റ്റിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഇമേജസ് ബ്രാൻഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഇമേജസിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ട ഇമേജസ് സെക്ഷനിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ആമസോണിൻ്റെ കാറ്റലോഗിൽ ഇല്ലാത്ത ബാർകോഡ്സ് ഉള്ള പ്രൊഡക്റ്റ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള ബാർകോഡ്സ് ഉള്ള പ്രൊഡക്റ്റ് നമ്മൾ
സിംഗിൾ ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഇനി അതല്ല ബാർകോഡ്സ് ഉള്ളത് തന്നെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ വിൽക്കാനായിട്ടെന്നുണ്ടെങ്കിൽ ആമസോൺ തന്നെ ഒരു ടെംപ്ലേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സൽ ഷീറ്റിൽ. അതുവഴിയാണ് നമ്മൾ ബൾക്കായിട്ട് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.